ടി വി എസ് ഫാമിലി കാലിക്കട്ട് ഹായ് പറയുന്നുണ്ട്. അനു ഹായ് പറയുന്നുണ്ട്. അന്നമ്മ കിച്ചൺ ഇൻസ്പയർഡ് ഹായ് പറയുന്നു. 2 കഴുതകൾ മേലെ ഇരിക്കുന്നു. എടി സഫു നാറി, നമ്മളെയാണോ കഴുതകൾ വിളിച്ചേ? എന്നെ കണ്ടിട്ട് കഴുതയെ പോലെ തോന്നുന്നുണ്ടോടി നിനക്ക്? നമുക്ക് സഫു ഹെൽത്ത് ഒക്കെ ഓക്കെ ആണോ? എവിടെ ഓക്കെ ആവാൻ? അവിടെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ? എന്നെ കഴുതെന്ന് വിളിക്കുന്നു നാറി. സഫന ആരെയാ വിളിച്ചത് ചോദിക്കുന്നുണ്ട്. രേഷു ഇത് ചോദിച്ച് വഷളാക്കല്ലേ പറയുന്നുണ്ട്. ടി വി അന്നെ വിളിച്ചതല്ല, ഇജ്ജ് അതിൽ കയറി തൂങ്ങല്ലേ പറയുന്നുണ്ട് ടി വി എസിനോട്. ഇക്ക പറയുന്നുണ്ട് ബി പി എസ് ഫാമിലി ആര്യൻ ബ്രോ വീഡിയോ കൊള്ളത്തില്ല, അത് കറക്റ്റ് പറയുന്നുണ്ട്. എന്റെ വീഡിയോ അല്ലേ? എന്റെ വീഡിയോ കാര്യാ പറഞ്ഞേ? ഐ ഡോണ്ട് നോ അളിയ, എനിക്കത് മനസ്സിലായില്ല ടി വി എസ് എന്താ പറഞ്ഞതെന്ന് കേട്ടോ. ഞാൻ നോക്കട്ടെ പറയുന്നുണ്ട്. ഹായ് ആര്യൻ ചേട്ടാ പറയുന്നുണ്ട്. ആരുടെ? എന്റെ വീഡിയോ മീൻസ് ഇപ്പൊ നടക്കുന്ന വീഡിയോ? അതിനെക്കുട്ടം കുഞ്ഞൂസ് പറയുന്നുണ്ട്. കുഞ്ഞൂസെ പറയുന്നുണ്ട് ആര്യൻ എന്ന് പറഞ്ഞ് നെറ്റിപ്പട്ടം ഉണ്ടോ എല്ലാ ലൈവിലും ചോദിക്കുന്നുണ്ട്. അതെന്താ അളിയ അങ്ങനെ ചോദിച്ച്? ആരാ ചോദിച്ചേ? നെറ്റിപ്പട്ട ആര്യൻ എല്ലാ ലൈവിലും വിളിക്കുമ്പോൾ നെറ്റിപ്പട്ട ഉണ്ടോന്ന്. അല്ല അല്ല കുട്ടേട്ട, അണ്ണാക്കി കൈയിട്ടുണ്ടല്ലേ ഈ പറയുന്നത്, അതെനിക്ക് മനസ്സിലായി. കുട്ടേട്ട അങ്ങനല്ല, ഇത് പൈസക്കാണ്, ക്യാഷ്. ചിക്കിലി വേണം അണ്ണാ, ചിക്കിലി തരുന്നോണ്ട ലൈവില് വരും. എല്ലാവർക്കും ഒരു പ്രാവശ്യം ഫ്രീ ആണ്, അത് കഴിഞ്ഞാൽ പിന്നെ ചിക്കിലി വേണം. സഫന ആര്യൻ ടുഗദർ കിങ് പറയുന്നുണ്ട്. നീ അതിനെന്നെ എവിടെ കണ്ടു മോയന്റെ? നീ അങ്ങനെ പറയുന്ന ആൾക്കാർ പറയുന്ന കേട്ടിട്ട് കള്ളി. കുഞ്ഞൂസ് കുട്ടേട്ട വിളിക്കുന്നുണ്ട്. സഫു വിളിച്ച് ചിരിക്കുന്നു. പിന്നെ എന്തൊക്കെയോ വാരി എറിയുന്നു രേഷു. കെട്ടിയ പോയിന്റേതായ ഒരു ഇളക്കം ഉണ്ട് അവർക്ക്. സഫു ഊക്കി വിടുന്നുണ്ട്. സഫു നമ്മളെ പൊടിയെ വിടുന്നു. ഞാനൊന്നും നിന്നെ പറയത്തില്ലെന്നാണ് നീ എന്റെ തലയിൽ കയറുന്ന ഇറങ്ങാൻ പറ്റില്ലേ. കുഞ്ഞു ഹായ് പറയുന്നുണ്ട്. രേഷു പറയുന്നുണ്ട്. സഫന ആണോ വെറുതെ കൊതിപ്പിച്ചു പറയുന്നുണ്ട്. കുഞ്ഞു ഹായ് പറയുന്നുണ്ട്. അമ്മമ്മ ഹായ് പറയുന്നുണ്ട്. ടി വി എസ് അപ്പൊ ഇജ്ജ് കഴുതാണോ പറയുന്നുണ്ട്. ഞാനോ? എന്റെ അച്ഛനും അമ്മയൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല മോളെ. ഇനിയിപ്പോ നീ അങ്ങനെ പറഞ്ഞാൽ അച്ഛ ടി വി എസിനോടാണോ? സോറി സഫു, ഐ എം റിയലി സോറി. അയ്യോ. വാല് വന്നിട്ടുണ്ട്. വാൽ ഹായ്. ലച്ചു മോളെ ഹായ് പറയുന്നുണ്ട്. ഇൻസ്പയർഡ് രേഷു അത് എഴുതണം, മലയാളത്തിൽ എഴുതണം വാലെന്ന്, ഇല്ലെങ്കിൽ പിന്നെ ലച്ചു എന്ന് എഴുതണേ. ആര്യൻ ചേട്ടാ ഹായ് പറയുന്നുണ്ട്. ഹായ് ലച്ചു. വാൽ പറയുന്നുണ്ട്. കുട്ടേട്ടൻ അടികൊള്ളും മലയാളത്തിൽ എഴുതിയില്ലേ. കുട്ടേട്ട ടുഗദറിൽ ബുക്ക് ചെയ്യാനാണോ നെറ്റിപ്പട്ടം ഉണ്ടോ എന്ന് ചോദിച്ചേന്ന് പറയുന്നുണ്ട്. അതെന്താ അളിയ അങ്ങനെ ചോദിച്ചു? എനിക്ക് അതിന്റെ അങ്ങോട്ട് ഞാൻ എല്ലാ ലൈവിലും അളിയ 1-2 ദിവസം അല്ലേ ഉള്ളു, വെറുതെ കേറി ഈ കണ്ണാടി എന്റെ രണ്ടും പൊട്ട കണ്ണട വെച്ച് ഇരിക്കുകയാണ്. അളിയ കല്ലുവിന്റെ കണ്ണട എവിടെ പോയി അളിയ? എടുത്തിട്ടാ ഞാൻ വായിക്കേണ്ടി വരും ബാക്കി. ഇത് കണ്ടോ? കല്ലുവിന്റെ കണ്ണട കണ്ടോ സഫു? രണ്ടും പൊട്ട കണ്ണട വെച്ചിരിക്കുകയാണ് കണ്ടോ? ക്രേസി ലച്ചു വിളിക്കുന്നുണ്ട്. ഇൻസ്പയർഡ് സഫനു പറയുന്നുണ്ട്. മോളെ സഫന, പ്രശ്നം എന്താ കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ആണ് ഈ ലൈറ്റ് അടിക്കുമ്പോ വരുന്നത്. അത് തന്നെ ഇതിനകത്തുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല ഇത് വെക്കാണ്ട്. അല്ലാതെ കണ്ണ് കാണാത്തോണ്ടല്ല, ഇത് വെച്ചെങ്കിൽ മാത്രമേ വായിക്കാൻ പറ്റൂ, അതുകൊണ്ടാണ്. സഫന കൂട്ടാക്കിട്ടോ പറയുന്നുണ്ട്. ടി വി എസ് എന്റെ ടി വി എസ് ഇന്റെ കാര്യം പോയി കേട്ടോ. ഇവളോട് കൂട്ടാക്കുന്നൊക്കെ ഭയങ്കര സൂക്ഷിച്ചിട്ട് വേണം. അതേ പാറു പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഇൻസ്പയർഡ് ഹായ് പറയുന്നുണ്ട്. വാല് അല്ല ലച്ചു. പാറു വിളിക്കുന്നുണ്ട്. പൊന്നു വന്നല്ലോ, പൊന്നു വന്നേ. ഗോപിക സജു ബ്ലോഗ്സ് ഓക്കെ ചേട്ടാ പറയുന്നുണ്ട്. ഗോപിക എല്ലാരെയും കയറി അങ്ങോട്ട് അറിഞ്ഞ പുറഞ്ഞ കൂട്ടാക്കിക്ക്, എങ്കിലല്ലേ എല്ലാരും ഇങ്ങോട്ട് കൂട്ടാക്കൂ. എന്നിട്ട് നമ്മുടെ സ്വന്തം സുഹൃത്തുക്കളൊക്കെ നിങ്ങൾ കൂട്ടാക്കി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന കൂട്ടുകാരാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ തകർത്തോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ ഉള്ളതെല്ലാം ഇപ്പൊ നമ്മുടെ ടീം ഇന്ത്യ മാത്രമാണ്, വെളിയിലത്തെ ടീം ആരും ഇല്ല നമ്മുടെ കൂടെ ഇപ്പൊ. ഗോപിക ഹീഡ പറയുന്നുണ്ട്. രേഷു പറയുന്നുണ്ട്. പൊന്നു എന്ന് പറഞ്ഞിട്ട് കുട്ടേട്ടന് ഏതോ ചാക്ക് മറിച്ചങ്ങ് ഇട്ടിരിക്കുക കേട്ടോ. സഫന പൊന്നിച്ചേച്ചി പറയുന്നുണ്ട്. കുഞ്ഞു പാറു വിളിക്കുന്നുണ്ട്. ലച്ചു പാറു ഹായ് പറയുന്നുണ്ട്. മിന്നു കുട്ടേട്ട പറയുന്നുണ്ട്. സഫു പറയുന്നുണ്ട്. സഫന ആഷി എന്താ ഒപ്പന പ്രാക്ടീസ് ചെയ്യുവാണോ ചോദിക്കുന്നുണ്ട്. ഇവള് നമ്മളൊന്നും പറയില്ല എന്നുള്ളത്, നമ്മൾ അവള് പറയില്ല എന്നുള്ള ലൈസൻസ് അവക്കുണ്ട്. അതുകൊണ്ടാണ് അവള് നമ്മളായിട്ട് ചൊറിയുന്നത് കേട്ടോ.